ഹായ് കൂട്ടരെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ തയ്യാറാക്കാൻ വന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ ബൺ ദോശയാണ്. നമ്മൾ അരി അരയ്ക്കേണ്ട, കുതിർത്ത് വെക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, നമുക്ക് എളുപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലാണ്. അത് പെർഫെക്റ്റ് ആയിട്ട് രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇത് എങ്ങനെ ചെയ്തെന്ന് കണ്ടാൽ 250 ഗ്രാം നമ്മൾ റവ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ 150 ഗ്രാം തൈരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. തൈര് എടുക്കുമ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കാൻ ശ്രമിക്കുക. നമുക്കതൊരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇവ ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട്. നമുക്ക് നല്ല ഏകദേശം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ജാറിലോട്ട് മാറ്റാം. അപ്പൊ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അടുത്ത് നമ്മളൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. അരമുറി സവാള, ഒരു ചെറിയ പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്താണ് അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു നുള്ള് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. നമുക്ക് ഇത് എടുത്ത് മാറ്റാം. അരച്ചു വെച്ചിരിക്കുന്ന മാവിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഇട്ടുന്ന ഒരു പിഞ്ച് സോഡാപ്പൊടിയാണ്. ഇത് വേണ്ടെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഉപ്പും ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഞാനിപ്പോൾ വേണ്ട ഉള്ളി വാട്ടി അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കഴിച്ചു. ഇനി നമുക്ക് തുറന്നിട്ട് ഒന്ന് തിരിച്ചിടാം. വീണ്ടും 2 മിനിറ്റ് നടച്ചേക്കാം. അപ്പൊ നമുക്ക് തുറക്കാം. ഏകദേശം ഇപ്പം നമ്മളെ ദോശ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് ബൺ ദോശ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇതാണെങ്കിൽ ബാക്കി കൂടെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പൊ നമുക്ക് അടച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ബൗൾസ് വീഴുമ്പോൾ സാധാ ദോശ ചൂടുന്നുണ്ടെങ്കിൽ തന്നെ തിരിച്ചിട്ട് ചൂടാവുന്നേ ഉള്ളൂ. ഏകദേശം ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. അപ്പൊ എല്ലാം നമ്മൾ റെഡിയായി ചുട്ടെടുത്തിട്ടുണ്ട്. തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന നല്ല അടിപൊളി ദോശയാണ് നമ്മളെ ബൺ ദോശ. കണ്ട, ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.